ഭൂമിയിൽ ജീവജാലങ്ങളുടെ വൈവിധ്യം അനവധിയാണെങ്കിലും ഉയർന്ന തലത്തിലുള്ള ബുദ്ധി പ്രകടിപ്പിക്കുന്ന ജീവികൾ കുറവാണ്. അതിൽ തന്നെ സ്ട്രാറ്റജിക്കലായി പെരുമാറാനും അടുത്ത തലമുറയിലേക്ക് വിവരങ്ങൾ കൈമാറാനും കഴിവുള്ള ജീവികൾ നന്നേ കുറവാണ്. അത്തരത്തിൽ ഉയർന്ന തലത്തിലുള്ള ബുദ്ധിയുള്ള ജീവിവർഗങ്ങളിൽ ഒന്നാണ് തിമിംഗലങ്ങളും ഡോൾഫിനും പോർപോയ്സും എല്ലാം അടങ്ങുന്ന സെറ്റേഷ്യൻ എന്ന വിഭാഗം. സമീപകാല പഠനങ്ങൾ ഇവയിൽ ചിലവയ്ക്ക്, പ്രത്യേകിച്ച് ഹംപാക്ക് വെയിൽ, ഓർക്ക തുടങ്ങിയവയ്ക്ക് പ്രത്യേക കൾച്ചർ ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഭൂമിയിലെ ആദ്യത്തെ സംസ്കാരം മനുഷ്യ സംസ്കാരമല്ലെന്നാവുന്നു. വെൽക്കം, ഇറ്റ്സ് ഇൻഫോ ടൈം. സെറ്റേഷ്യനുകൾ ഉയർന്ന ബുദ്ധിശക്തിക്ക് പേരുകേട്ടവയാണ്. ബോട്ടിൽ നോസ് ഡോൾഫിനുകൾ പോലുള്ള ചില സ്പീഷീസുകൾക്ക് വലുതും സങ്കീർണവുമായ തലച്ചോറും ഉയർന്ന ഇക്യുവും ഉണ്ട്. സങ്കീർണമായ സാമൂഹിക ഘടനകൾ, കോർപ്പറേറ്റീവ് ഹണ്ടിംഗ് സ്ട്രാറ്റജീസ്, വൈവിധ്യമാർന്ന ശബ്ദങ്ങളും ആംഗ്യങ്ങളും ഉപയോഗിച്ച് സങ്കീർണമായ ആശയവിനിമയം എന്നിവയിലൂടെ ഈ വിപുലമായ വൈജ്ഞാനിക ശേഷി അവ പ്രകടമാക്കുന്നു. മിറർ ടെസ്റ്റിൽ അവ സ്വയം തിരിച്ചറിയുന്നതായി കണ്ടിട്ടുണ്ട്. അതുപോലെ സെറ്റേഷ്യനുകൾ പ്രശ്നപരിഹാര കഴിവുകൾ, ഉപകരണങ്ങളുടെ ഉപയോഗം, സ്വയം അവബോധം എന്നിവ പ്രകടിപ്പിക്കുന്നു. അവരുടെ മസ്തിഷ്കത്തിന് നന്നായി വികസിപ്പിച്ച നിയോ കോർട്ടക്സുകളും ലിംബിക് സിസ്റ്റങ്ങളും ഉണ്ട്. അത് ഉയർന്ന ക്രമത്തിലുള്ള പ്രോസസ്സിംഗ്, വൈകാരിക നിയന്ത്രണം, സഹാനുഭൂതി, അറിവിൻ്റെ സാംസ്കാരിക കൈമാറ്റം, ദീർഘകാല മെമ്മറി എന്നിവ സുഗമമാക്കുന്നു. മൊത്തത്തിൽ സെറ്റേഷ്യൻസുകളുടെ ബുദ്ധി അവരുടെ ശ്രദ്ധേയമായ പൊരുത്തപ്പെടലിനെയും ജലപരിസ്ഥിതികളിലെ അവരുടെ സാമൂഹിക ഇടപെടലുകളുടെയും സങ്കീർണതയെയും പ്രതിഫലിപ്പിക്കുന്നു. സെറ്റേഷ്യൻസുകളെ രണ്ട് പ്രധാന ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു. ഒഡന്റോസെറ്റിൽ, അതായത് പല്ലുള്ള തിമിംഗലങ്ങൾ, പിന്നെ മിസ്റ്റിസെറ്റിൽ ബാലിൻ തിമിംഗലങ്ങൾ. ഡോൾഫിനുകൾ, സ്പേം വെയിൽ, ഓർക്കാസ് അഥവാ കില്ലർ വെയിൽസ്, പോർപോയ്സുകൾ തുടങ്ങിയവ പല്ലുള്ള തിമിംഗലങ്ങൾക്ക് ഉദാഹരണമാണ്. മീനുകൾ, കണവ എന്നിവയെ പോലെ ഇരയെ വേട്ടയാടാൻ ഇവ എക്കോ ലൊക്കേഷൻ ഉപയോഗിക്കുന്നു. നീല തിമിംഗലങ്ങൾ, ഹംപാക്ക് തിമിംഗലങ്ങൾ, ഗ്രേ തിമിംഗലങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ബാലിൻ തിമിംഗലങ്ങൾക്ക് പല്ലില്ല. ക്രില്ലിൻ്റെയും പ്ലവകങ്ങളെയും ബലീൻ പ്ലേറ്റുകൾ ഉപയോഗിച്ച് ഇവ ഫിൽട്ടർ ചെയ്ത് ആഹാരമാക്കുന്നു. മിക്ക സെറ്റേഷ്യൻസുകളും സമുദ്ര പരിസ്ഥിതി വസിക്കുമ്പോൾ റിവർ ഡോൾഫിനുകൾ പോലുള്ള ചില പല്ലുള്ള സ്പീഷീസുകൾ ശുദ്ധജല ആവാസ വ്യവസ്ഥയുമായി പൊരുത്തപ്പെടുന്നു. ആമസോൺ, ഗംഗ തുടങ്ങിയ നദികൾ ഇവ ഇന്ന് കാണുന്നുണ്ട്. സെറ്റേഷ്യൻസ് അവരുടെ സാമൂഹിക ഘടനയുമായി ഇഴകി ചേർന്ന് കിടക്കുന്ന വിവിധ സാംസ്കാരിക സമ്പ്രദായങ്ങൾ പ്രദർശിപ്പിക്കുന്നതായി സമീപകാല പഠനങ്ങളും നിരീക്ഷണങ്ങളും കാണിക്കുന്നുണ്ട്. ക്ലിക്കുകൾ, വിസിലുകൾ, സോങ്ങുകൾ എന്നിവ ഉൾപ്പെടുന്ന വൈവിധ്യമാർന്ന ശബ്ദങ്ങൾ ഉൾക്കൊള്ളുന്ന സങ്കീർണമായ ആശയവിനിമയ സംവിധാനങ്ങൾ സെറ്റേഷ്യൻസുകൾക്കുണ്ട്. അത്തരത്തിൽ ഒന്നാണ് ഹംപാക്ക് തിമിംഗലങ്ങളുടെ സോങ്. ഇത് പ്രജനന കാലത്ത് പ്രധാനമായും ആൺ തിമിംഗലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ശബ്ദങ്ങളുടെ ദീർഘവും സങ്കീർണമായ ശ്രേണികളെ പറയുന്നതാണ്. ഈ സോങ്ങുകൾ 20 മിനിറ്റ് വരെ നീണ്ടു നിൽക്കും, മണിക്കൂറുകളോളം ആവർത്തിക്കുകയും ചെയ്യുന്നു. ഇണകളെ ആകർഷിക്കുക, മറ്റ് തിമിംഗലങ്ങളുമായി ആശയവിനിമയം നടത്തുക തുടങ്ങിയൊക്കെയായിരിക്കാം ഇവ ഇങ്ങനെ ചെയ്യുന്നത്. ഈ മെലഡികൾ വളരെ ഘടനാപരമായതും കാലക്രമേണ വികസിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. തിമിംഗലങ്ങളുടെ സങ്കീർണമായ സാമൂഹിക ഇടപെടലുകളെ കാണിക്കുന്നു. വ്യക്തിഗത ഐഡന്റിറ്റിയെയും സാമൂഹിക നിലയെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന വ്യത്യസ്ത പാറ്റേണുകളും ഘടനകളും ഉള്ള ഹംപാക്ക് തിമിംഗല ഗാനങ്ങൾ പ്രത്യേകിച്ച് സങ്കീർണമാണ്. ഈ സോങ്ങുകൾ കാലക്രമേണ വികസിക്കുന്നു, പുതിയ ഘടകങ്ങൾ അവതരിപ്പിക്കുകയും ഒരു ഗ്രൂപ്പിലെ വ്യക്തികൾക്കിടയിൽ പങ്കിടുകയും ചെയ്യുന്നു. എത്ര സങ്കീർണവും വെല്ലുവിളികൾ നിറഞ്ഞ പാറ്റേണുകൾ ഉള്ളതാണെങ്കിൽ പോലും ഹംപാക്ക് തിമിംഗലങ്ങൾക്ക് മറ്റു ഗ്രൂപ്പുകളുടെ പാട്ടുകൾ പഠിക്കാനും കൃത്യമായി പുനർനിർമ്മിക്കാനും കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധേയമായി ദക്ഷിണ പസഫിക്കിലെ ഹംപാക്ക് തിമിംഗല ഗാനങ്ങൾ പീരിയോഡിക്കായി നവീകരിക്കുന്നതായി കാണുന്നുണ്ട്. പരസ്പരം ഇവ അയൽ ഗ്രൂപ്പുകളിൽ നിന്ന് പുതിയ ഗാനങ്ങൾ വേഗത്തിൽ സ്വീകരിക്കുന്നു. ഹംപാക്ക് തിമിംഗലങ്ങൾ ഒറ്റയ്ക്കാവാം, അല്ലെങ്കിൽ 3-4 പേരടങ്ങുന്ന ചെറിയ ഗ്രൂപ്പുകളായിട്ടാവാം സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ ഇടയ്ക്കിടെ 10-12 പേരടങ്ങുന്ന വലിയ ഗ്രൂപ്പുകളായി മാറാം, പ്രത്യേകിച്ച് ഭക്ഷണം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ. മദർ കാഫ് ജോഡിക്ക് ചിലപ്പോൾ അകമ്പടിയായി ഒരു ആൺ തിമിംഗലവും കാണാറുണ്ട്. ഹംപാക്ക് തിമിംഗലങ്ങൾ കുട്ടിയെ നഷ്ടപ്പെട്ടപ്പോൾ അതിൻ്റെ ദുഃഖത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹംപാക്ക് തിമിംഗലങ്ങൾ ബബിൾ നെറ്റിംഗ് എന്ന് വിളിക്കുന്ന ഒരു സഹകരണ വേട്ടയാടൽ രീതി ഉപയോഗിക്കുന്നു. അവർ കുമിളകളുടെ ഒരു നെറ്റ് ഉപയോഗിച്ച് ഇരയെ വലയം ചെയ്യുന്നു, തുടർന്ന് അതിൽ കുടുങ്ങിയ മത്സ്യത്തെ പിടിക്കാൻ മുകളിലേക്ക് കുതിക്കുന്നു. മറ്റു ജീവിവർഗങ്ങളെയും ഹംപാക്ക് തിമിംഗലങ്ങൾ സംരക്ഷിക്കുന്നതായി നിരീക്ഷിച്ചിട്ടുണ്ട്. ഓർക്കകളുടെയും ഡോൾഫിൻ്റെയും ഇടയിൽ നിലയുറപ്പിച്ച് ഓർക്കകളുടെ വേട്ടയ്ക്ക് ഇവ തടസ്സം നിൽക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ പ്രാദേശിക കൾച്ചറുള്ള ഒരു സെറ്റേഷ്യൻസ് ആണ് ഓർക്കാസ്.
അവയുടെ ഒരു ഗ്രൂപ്പിനെ പറയുന്നത് പോഡ് എന്നാണ്. അവ അവയുടെ പോഡുകൾക്കുള്ളിൽ ആശയവിനിമയം നടത്താൻ പലതരം കോളുകളും വിസിലുകളും ഉപയോഗിക്കുന്നു. കൂടാതെ വ്യത്യസ്ത പോഡുകൾക്ക് മനുഷ്യരിലെ പ്രാദേശിക ഉച്ചാരണത്തിന് സമാനമായ തനതായ ഭാഷകളുമുണ്ട്. വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന് ക്രിയാത്മകമായ പരിഹാരങ്ങൾ ആവിഷ്കരിക്കാനുള്ള അവരുടെ കഴിവ് പ്രകടമാണ്. മഞ്ഞുപാളികൾ തകർത്ത് സീലുകളെ വേട്ടയാടാൻ വെള്ളത്തിൽ ശക്തമായ വേവുകൾ സൃഷ്ടിക്കാൻ ഓർക്കാസ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓർക്കകൾ ശ്രദ്ധേയമായ സഹാനുഭൂതിയും അനുകമ്പയും പ്രകടിപ്പിക്കുന്നു. ഒരു ഓർക്ക തൻ്റെ മരിച്ച കുട്ടിയെ ദിവസങ്ങളോളം കൊണ്ടു നടക്കുന്നത് നിരീക്ഷിക്കുകയുണ്ടായിട്ടുണ്ട്. ഓർക്ക പോഡുകൾ ഉയർന്ന സ്ഥിരതയുള്ള മാട്രിലീനൽ ഫാമിലി ഗ്രൂപ്പുകളാണ്. അവ കൂട്ടത്തിലെ പ്രായമായ പെൺ ഓർക്കകളാൽ നയിക്കപ്പെടുന്നു. ഈ പോഡുകൾ പലപ്പോഴും മറ്റു പോഡുകളുമായി സഹവസിച്ച് വലിയ വംശങ്ങൾ രൂപീകരിക്കുകയും അവരുടെ സാംസ്കാരിക സത്വത്തിന് സംഭാവന നൽകുന്ന സങ്കീർണമായ സോഷ്യൽ നെറ്റ്വർക്കുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. മനുഷ്യർക്കും ചെറിയ ഫിൻ പൈലറ്റ് തിമിംഗലങ്ങൾക്കുമൊപ്പം ആർത്തവിരാമം പ്രകടമാക്കുന്ന ചുരുക്കം ചില സ്പീഷീസുകൾ ഒന്നാണ് ഓർക്കാസ്. അതായത് പെൺ ഓർക്കകൾ അവരുടെ 30കളിലോ 40കളിലോ പ്രത്യുൽപാദനം നിർത്തും. അവിടെ പെൺ ഓർക്കകൾ അവരുടെ പ്രത്യുൽപാദന കാലത്തിന് ശേഷം വളരെ കാലം, ഏകദേശം 100 വയസ്സുവരേക്ക് ജീവിക്കുന്നു. പോഡുകൾ നയിച്ചും പാരിസ്ഥിതിക അറിവ് പങ്കുവച്ചും അവരുടെ സാമൂഹ്യ ഗ്രൂപ്പുകളിൽ ഈ മുത്തശ്ശിമാർ നിർണായക പങ്കുവഹിക്കുന്നു. പലപ്പോഴും പോഡുകളിലെ മറ്റു ചെറിയ പെൺ ഓർക്കകൾ ചെറിയ ഓർക്ക കുഞ്ഞുങ്ങളെ നോക്കാൻ അമ്മമാരെ സഹായിക്കാറുണ്ട്. പലപ്പോഴും ഇത്തരം പോഡുകളുടെ നിലനിൽപ്പും അറിവുകൾ നഷ്ടപ്പെടാതെ കൈമാറി തലമുറകളിലെ തുടർച്ചയും പലപ്പോഴും പെൺ ഓർക്കകളെ ആശ്രയിച്ചായിരിക്കും എന്ന് പറയാം. ഇവ മാത്രമല്ല, ഇനിയും ധാരാളമുണ്ട്. ബ്രസീലിന്റെ തീരത്ത് 1847 മുതൽ ഒരു പ്രത്യേക ഇന്റർസ്പീഷീസ് സഹകരണം കണ്ടുവരുന്നു. ഈ ഡോൾഫിനുകൾ മത്സ്യത്തൊഴിലാളികളുടെ വലകളിലേക്ക് മത്സ്യങ്ങളെ ഓടിച്ചു കയറ്റുകയും എപ്പോൾ പിടിക്കണമെന്ന് സൂചന നൽകുകയും ചെയ്യുന്നു. രക്ഷപ്പെടുന്ന മത്സ്യങ്ങളെ ഭക്ഷിക്കുന്നു. ബെലൂഗാസ് അവരുടെ അതുല്യമായ ഒത്തുചേരൽ സംസ്കാരത്തിന് പേരുകേട്ടതാണ്. വേനൽക്കാല മാസങ്ങളിൽ ആയിരക്കണക്കിന് ബെലൂഗകൾ അഴിമുഖങ്ങളിലും ആഴം കുറഞ്ഞ തീരദേശ ജലാശയങ്ങളിലും ഒത്തുചേരുന്നു. സാമൂഹിക ഇടപെടലുകൾ, സഹകരണ സ്വഭാവങ്ങൾ, ഈ വലിയ കമ്മ്യൂണിറ്റികൾക്കുള്ളിൽ പഠിക്കാനുള്ള അവസരങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. ഓർക്കകളും ഡോൾഫിനുകളുമെല്ലാം ഉൾപ്പെടുന്ന ഷോകൾ ഇന്നുണ്ട്. ഇവയുടെ സാമൂഹ്യ ജീവിത രീതിയും ഉയർന്ന തലത്തിലുള്ള ബുദ്ധിയുമാണ് ഇതിന് സഹായകരമാകുന്നത്. യങ് സെറ്റേഷ്യൻസ് അവരുടെ സാമൂഹ്യ ഗ്രൂപ്പുകളിൽ പ്രായമായ വ്യക്തികളെ നിരീക്ഷിച്ചും അനുകരിച്ചും പഠിക്കുന്നു. വേട്ടയാടൽ വിദ്യകൾ, ആശയവിനിമയ സിഗ്നലുകൾ, സാമൂഹ്യ പെരുമാറ്റങ്ങൾ എന്നിവ പഠിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. ചില സെറ്റേഷ്യൻ സ്പീഷീസുകളുടെ ഉയർന്ന ലൈഫ് സ്പാൻ, സാംസ്കാരിക സമ്പ്രദായങ്ങൾ, സാമൂഹിക പഠനം, അടുത്ത തലമുറയെ പഠിപ്പിക്കുക എന്നിവ സാധ്യമാക്കുന്നു. സെറ്റേഷ്യൻസ് പരിണാമത്തിന്റെ കണക്കാക്കിയ പ്രായം 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. ഇത് അവരുടെ സംസ്കാരങ്ങൾക്ക് ആഴത്തിലുള്ള ചരിത്രപരമായ വേരുകൾ ഉണ്ടായിരിക്കാമെന്ന് സൂചിപ്പിക്കുന്നു. ഇനിയും ധാരാളം വിവരങ്ങൾ സെറ്റേഷ്യൻസുകളെ കുറിച്ച് പറയാനുണ്ട്. അത് മറ്റൊരു അവസരത്തിലാവാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.